ഹലോ സുഹൃത്തുക്കളെ, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രിമ്മറാണ് ഫിലിപ്സിൻ്റെ. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫിലിപ്സിൻ്റെ തന്നെ QT4013 എന്ന് പറഞ്ഞൊരു ട്രിമ്മറായിരുന്നു. റീസെൻ്റായിട്ട് അത് തറയിൽ വീണപ്പോഴത്തേക്കും അതിൻ്റെ ക്യാപ്പ്, അതായത് ഹെയർ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്യാപ്പ് ഉടഞ്ഞു പോയി. അപ്പോൾ പുതിയൊരു ട്രിമ്മർ വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു ട്രിമ്മറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫിലിപ്സിൻ്റെ QT4013 എന്ന് പറഞ്ഞ ഒരു ട്രിമ്മറായിരുന്നു. ഇതാണ് ആ ട്രിമ്മർ. ഇതിൻ്റെ മേലുള്ള ഒരു ക്യാപ്പാണ് പൊട്ടിപ്പോയത് താഴെ വീണിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഒരു ട്രിമ്മറാണ്. ഏകദേശം 1 hour ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ബ്ലേഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഏകദേശം 20 സെറ്റിങ്സ് ഉണ്ട്. 0.5 mm മുതൽ 10 mm വരെയുള്ള സെറ്റിംഗ് ഇതിൽ കാണാൻ സാധിക്കും. വളരെ ഈസിലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്രിമ്മറാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ചാർജിങ് തന്നെയായിരുന്നു. ഏകദേശം 1 hour കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നതാണ്. അപ്പോൾ സിമിലറായിട്ടുള്ളൊരു ട്രിമ്മറാണ്. ഞാനിതിൻ്റെ ക്യാപ്പ് ഉടഞ്ഞു പോയപ്പോഴത്തേക്കും സിമിലറായിട്ടുള്ളൊരു ട്രിമ്മറാണ് ഞാൻ മാർക്കറ്റിൽ നോക്കിയത്. അപ്പോഴത്തേക്കും ഈ ഒരു ട്രിമ്മർ അല്ലാതെ പുതിയൊരു മോഡലാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ പുതിയൊരു ട്രിമ്മർ വാങ്ങുന്നതിനായിട്ട് ഉദ്ദേശിച്ചപ്പോഴത്തേക്കും ഫിലിപ്സിൻ്റെ തന്നെ ഒരു ട്രിമ്മർ വാങ്ങുന്നതിനായിട്ടാണ് പോയത്. അപ്പോഴത്തേക്കും BT3216 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്കിതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. സീരീസ് 3000, അതുപോലെ തന്നെ 20 ലെങ്ത്ത് സെറ്റിങ്സ്, 0.5 to 10 mm, സെൽഫ് ഷാർപ്പനിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ്, 60 minutes cordless use after 1 hour charging or plug it in. പിന്നീട് കാണാൻ സാധിക്കുന്നത് കുറേ ഇൻഡിക്കേഷൻസ് ആണ്. വാഷബിൾ ബ്ലേഡ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡ്സ് സോഫ്റ്റ് പൗച്ച്. ഇത്ര പെട്ടെന്ന് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇൻസൈഡ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സിൽ ഒരു പൗച്ച് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് ഇത് സൂക്ഷിക്കാം. അതുപോലെ തന്നെ യൂസർ ഗൈഡ്, അതുപോലെ തന്നെ വാറണ്ടി ഇൻഫർമേഷൻ എല്ലാം ഈ ഒരു പേപ്പേഴ്സിലെല്ലാം കാണാൻ സാധിക്കും. വളരെ പുതിയ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. ഞാൻ ഉപയോഗിച്ചിരുന്ന മോഡലിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ ഉപയോഗിച്ചിരുന്നതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി സൈസ് കൂടിയ ഒരു ഡിസൈനാണ്. കുറച്ചും കൂടി വിഡ്ത്തും വെയിറ്റ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാപ്പിലാണ് മെയിനായിട്ട് ഡിസൈൻ വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ സെറ്റിങ്സ് കാണാൻ സാധിക്കും. 0.5 mm വെച്ചിട്ടുള്ള ഏകദേശം 20 സെറ്റിങ്സിൽ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന മോഡലിനെ അപേക്ഷിച്ചിട്ട് മെയിൻലി ഈ ക്യാപ്പ് സൈഡിൽ വളരെയധികം ഡിസൈൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ഞാൻ ഉപയോഗിച്ചിരുന്നതിൽ ടൈറ്റാനിയം ബ്ലേഡ്സ് ആയിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ്സും ഡിറ്റാച്ചബിൾ തന്നെയാണ്. നമുക്കിത് ഇളക്കിയെടുത്തതിന് ശേഷം വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു മോഡൽ വാട്ടർ പ്രൂഫ് അല്ല. ഈ ഒരു മോഡലാണ് ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നത്. ഇനി ഇതിൽ ഈ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഒരു ചാർജറാണ്. കേബിളോട് കൂടിയ ഒരു ചാർജർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്ലീനിങ് ബ്രഷും കാണാം.
ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 1 ഹവറിനുള്ളിൽ തന്നെ ചാർജ് ആവുന്ന ഒരു ട്രിമ്മർ മോഡലാണ്. 1 ഹവർ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 60 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഞാൻ ഉപയോഗിച്ചിരുന്ന പഴയ മോഡലും ഏകദേശം സിമിലർ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് നൽകിയിരുന്നത്. ചാർജിങ് ടൈമും സെയിം ആയിരുന്നു. പക്ഷേ ഇതിൽ മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈനിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ട്രിം ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലേഡ് ഡിസൈനാണ്. വളരെ പുതിയ രീതിയിലുള്ള ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ട്രിം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ക്യാപ്പ് ആയിരുന്നാലും അതുപോലെ തന്നെ ബ്ലേഡ് ആയിരുന്നാലും വളരെ പുതിയ രീതിയിലുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഓൺ ഓഫ് കൊടുത്തിരിക്കുന്ന ഒരു ബട്ടണിലാണ്. QT4013 എന്ന് പറഞ്ഞ മോഡലിൽ ഒരു സ്ലൈഡിങ് ടൈപ്പായിരുന്നു. ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ട്രിമ്മർ മോഡലാണ് QT4013. ഇതിൻ്റെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ വളരെയധികം വ്യത്യാസം കാണാൻ സാധിക്കും. ബ്ലേഡാണ്, പക്ഷേ ചാർജിങ്ങും ബാറ്ററി ബാക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. ഇതിലും നമുക്ക് 20 സെറ്റിങ്സ് കാണാൻ സാധിക്കും. എൻ്റെ ഉപയോഗത്തിൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന മോഡലിനെ അപേക്ഷിച്ചിട്ട് വളരെ നല്ലൊരു ഡിസൈനായിട്ടാണ് BT3216 തോന്നിയത്. വളരെ നല്ലൊരു ട്രിമ്മറാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ട്രിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴായിട്ട് ആണെങ്കിലും ഒരു ഹെവിനെസ്സും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല ഗ്രിപ്പും ഒക്കെ തോന്നുന്നുണ്ട്. വളരെ നല്ലൊരു ട്രിമ്മർ തന്നെയാണ് BT3216. ചാർജ് ആണെങ്കിൽ തന്നെ ഏകദേശം 1 ഹവറിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 60 മിനിറ്റ് സമയം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നല്ലൊരു ട്രിമ്മർ തന്നെയാണ് BT3216. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.